ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കടയിലെത്തിയപ്പോൾ ശാലു പാർസൽ അയക്കാൻ വേണ്ടിയിട്ട് പാർസലുകളൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചു പോവാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കെട്ടിപ്പിടിച്ച് വണ്ടി കയറിയിട്ടോ. അപ്പോൾ DTDCയും കൊടുക്കാനുണ്ട്, പോസ്റ്റും കൊടുക്കാനുണ്ട്. അപ്പോൾ DTDCയിൽ ശാലു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ശാലു അത് DTDCയിൽ കൊടുത്തിട്ട് വന്നു കേട്ടോ. ഞാൻ വണ്ടിയിൽ ഇരിക്കണേ ഉള്ളൂ, കാരണം എനിക്ക് ഇങ്ങനെ ഇറങ്ങി കയറാൻ വയ്ക്കണില്ല, വയസ്സായില്ലേ. അപ്പോൾ പിന്നെ പോസ്റ്റിലെത്തി. അപ്പോൾ നമ്മൾ ഇന്ന് മുണ്ടറുമ്പ് പോസ്റ്റിലാട്ടോ കൊടുക്കുന്നത്. കൂട്ടലങ്ങാടി പോസ്റ്റിലും കൊടുക്കാറുണ്ട്. പോയാൽ മതി, എന്നാലും ഇങ്ങനെ വളഞ്ഞു പോകണ്ട വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൂട്ടലങ്ങാടിയിൽ പോസ്റ്റ് നമ്മൾ കൊടുത്തത് സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഡേറ്റൊക്കെ പാടെ ചെല്ലുമ്പോൾ ഒരു കാരണം എന്താ വെച്ചാൽ കുറേ കൊണ്ടുപോകുമ്പോൾ ഒരിക്കൊരു ഇതാണ് കേട്ടോ, ദിവസം നമുക്ക് ചിലപ്പോൾ അടിച്ചു തരില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുപോയിട്ട് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് നാളെ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടലങ്ങാടിയിലല്ല കൊടുത്തു, ഇപ്രാവശ്യം മുണ്ടറുമ്പിൽ കൊടുത്തു. അങ്ങനെ മുണ്ടറുമ്പിൽ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് പോരുകയാണ് കേട്ടോ. തിരിച്ച് പോകുന്ന നേരം മലപ്പുറം പോയിട്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. നമ്മളെ കടയിൽ സ്റ്റാഫ് ഇല്ല. അപ്പോൾ സ്റ്റാഫ് ഇല്ലാത്തത് കാരണം ഇന്നിൻ്റെ കുട്ടി എന്ത് ചെയ്തു, ചൂലൊക്കെ എടുത്ത് അടിച്ചൊക്കെ വാരി പോയി വന്നതിന് ശേഷം ഫുള്ള് ഒരു വിധമൊക്കെ ക്ലീൻ ആക്കിയിട്ട്. അപ്പം നമുക്ക് ആ തലക്കുന്നൊക്കെ സാധനം മാറ്റി കൊടുക്കണം, അവിടെ പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓൻ എന്ത് ചെയ്തു, സ്റ്റൂളൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓന് സ്റ്റൂളൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞു എന്നോട്, സ്റ്റൂൾ എടുത്ത് ഇരിക്കുന്നത് ഓന് കൊമ്പിട്ട് പണിയെടുക്കാൻ വയ്ക്കാത്തത് കൊണ്ടല്ല, ഇതൊക്കെ വേർതിരിക്കാണ്ട് കവറുകളൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ആ കവറ് ഓന് വേറെ വെക്കണം, കൊറിയർ കവറുകളുണ്ടെങ്കിൽ അത് വേറെ വെക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീഡിയോസൊക്കെ എടുക്കാനുള്ളത് മാക്സി അജറക്കിൻ്റെ വീഡിയോസ് മാക്സി എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, എടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് ആ സമയത്ത് ഓൻ എന്ത് ചെയ്തു, അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അജ്രക്കിൻ്റെ മാക്സി വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗമാണ് കേട്ടോ പൊളിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നത്. ആ ഭാഗം പൊളിക്കണം നമുക്ക്. അപ്പോൾ അതിൻ്റെ പണിക്കാരൊക്കെ ഇൻഷാ അള്ളാ അതിൻ്റെ പണി തുടങ്ങണം. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി നിന്നു. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് റെഡിയായി കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് മൂപ്പരാൾ ഒരു ബക്കറ്റും കോലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പൊടികൾ എങ്ങനെയായാലും താഴത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഓനൊക്കെ ജവൻ പറഞ്ഞു ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് തരാമെന്നുള്ളത്. ഏതായാലും ഓനെ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പെരിയിലെ പകുതി പണിക്ക് ആശ്വാസമാണ്. ഞാനിടയ്ക്ക് ഓനെ പാത്രം മോറാനും അടിച്ചിട്ട് തുടക്കാനൊക്കെ തിരുമ്പാനൊക്കെ ആക്കിക്കാണ്ട് പോരലുണ്ട്. അയച്ചിട്ട് എപ്പോഴൊന്നും ഓനെ കിട്ടൂല കേട്ടോ. കാരണം നമ്മൾ 2 ആൾ മാത്രം ആയതുകൊണ്ട്, ഞങ്ങൾ 2 ആളും സ്കൂൾ പൂട്ടിയതുകൊണ്ട് പണിയെടുത്തേ മതിയാകും.